വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചിക്കനിലേക്ക് മസാലയൊക്കെ പറ്റിയിട്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. അതിൻ്റെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിലേക്ക് സെപ്പറേറ്റ് സവോളയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും തുല്യ അളവിലെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 മുട്ട. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാള നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ഈ സവാളകളെല്ലാവരും അല്ലിയായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും. പിന്നെ വേണ്ടത് ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും പച്ചമുളകും. അത് രണ്ടും ഞാൻ നല്ല നീളത്തിൽ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ഏറ്റവും ആദ്യം മസാലകൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചിക്കനിലേക്ക് ഏറ്റവും ആദ്യം നമുക്ക് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, കടലമാവ് ചേർക്കാം, കോൺഫ്ലവർ ചേർക്കാം, അരിപ്പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് ഒരു 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഏറ്റവും ആദ്യം തന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ചിക്കൻ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇനി ഇതിലേക്ക് സവോള ചേർക്കാം. ഇപ്പോൾ സവോള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സവോളയ്ക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഇപ്പോൾ ചിക്കൻ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡിൽ നിന്ന് മറിച്ചിടാം. ഇപ്പോൾ ചിക്കൻ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ എടുത്ത് നമുക്ക് എണ്ണയിൽ മാറ്റാം. ഈ ബാക്കിയുള്ള ചിക്കനെ നമുക്ക് ഇങ്ങനെ തന്നെ വറുത്തെടുക്കാം. ഇനി സെയിം ചീനട്ടിയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. വറുത്ത് വെച്ചേക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കാം. നമ്മൾ സവോള വറുത്തെടുക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കോഴി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പുറത്ത് നല്ലൊരു തിക്ക് കോട്ടിങ് കൊള്ളാനും ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ല ജ്യൂസി ആയിട്ടിരിക്കും.